തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കാണ് വി.ഡി. സതീശൻ അനുകൂലികളുടെ വമ്പൻ പ്രകടനം നടക്കുന്നത്. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും തിരുവനന്തപുരത്ത് നിന്ന് അർജുനും ചേരുന്നു. ആദ്യം ലെവിൻ കെ വിജയനിലേക്കാണ്. ലെവിനെ, അസാധാരണമാണ് സാഹചര്യം. സേതു, വി.ഡി. സതീശന് വേണ്ടിയുള്ള പ്രതിഷേധം അത് വലിയ തോതിൽ വ്യാപിച്ചിരിക്കുന്നു സംസ്ഥാനമെമ്പാടും. ഈ നിലവിൽ തൃശ്ശൂരിൽ അതിശക്തമായ പ്രതിഷേധമാണുള്ളത്. DCC ഓഫീസ് ഹർത്താൽ ദിനത്തിലോ പൊതു അവധി ദിനത്തിലോ പോലും പൂട്ടിയിടാത്ത തൃശ്ശൂർ DCC ഓഫീസ് കെ കരുണാകരൻ സപ്തതി മന്ദിരമാണ് ഇപ്പോൾ താഴിട്ട് പൂട്ടിയ നിലയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പ്രസിഡന്റ് ജോസഫ് ടാജറ്റോ DCCയുടെ സെക്രട്ടറിമാരായിട്ടുള്ള ഓഫീസ് ഭാരവാഹികളോ ആരും ഇവിടെ ഇല്ല. KSUവിന്റെയും കോൺഗ്രസിന്റെയും അടക്കമുള്ള പ്രവർത്തകർ ഈ ഓഫീസിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഓഫീസിനുള്ളിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ജില്ലാ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇവിടെ നിന്നും അല്പസമയങ്ങൾക്ക് മുൻപാണ് പൂട്ടിപ്പോയത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ DCC ഓഫീസിന് മുൻപിൽ ഒരു 100 മീറ്റർ എനിക്ക് മുന്നിലാണ് DCC ജംഗ്ഷൻ ഉള്ളത്. അവിടെ വി.ഡി. സതീശൻ അനുകൂലികൾ പ്രകടനത്തിന് വേണ്ടി ഒത്തുചേരുകയാണ്. അല്പസമയത്തിനകം പ്രതിഷേധ പ്രകടനം തൃശ്ശൂരിൽ ആരംഭിക്കും. പ്രധാനപ്പെട്ട KPCC ഭാരവാഹികളടക്കം മൗനം അനുവാദം നൽകിക്കൊണ്ട് നേതൃത്വം നൽകുന്ന പ്രതിഷേധ പ്രകടനമാണ് തൃശ്ശൂരിൽ ആരംഭിക്കുക. DCC ഭാരവാഹികൾ അടക്കമുള്ളവർ അതിന് നേതൃത്വം നൽകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന. അതിനിടയിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നാഭിപ്രായവും എതിർപ്പും ഉണ്ടെന്ന് വ്യക്തമായതോടുകൂടി സംഘടനയുടെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രമായ ഓഫീസ് ഈ നിലയിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏത് പ്രതിസന്ധി നിറഞ്ഞ ദിവസത്തിലും പൂട്ടിയിടാത്ത ഒരു ഓഫീസാണ്. രാവിലെ 7 മണിയോടുകൂടി തുറന്നാൽ രാത്രി 10:30, 11 മണിയോട് വരെ തുറന്നിരിക്കുന്ന ഈ ഓഫീസ് പൂട്ടിയിടേണ്ടതായിട്ടുള്ള സാഹചര്യം അത്തരത്തിൽ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുകയാണ്. ഇത്തരം ഒരു അസാധാരണമായ സാഹചര്യത്തിൽ DCCക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധം തുടക്കം കുറിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം DCC ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. ജോസഫ് ടാജറ്റുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ കിട്ടുന്നില്ല. അല്പസമയത്തിനകം തൃശ്ശൂരിൽ നിന്നുള്ള പ്രതിഷേധ പ്രകടനം മനസ്സിലായി.